കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണികൾക്കും എത്ര സീറ്റുകൾ ലഭിച്ചേക്കാം എന്നതിനെ കുറിച്ചുള്ള സർവേ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതാണ്ട് 3 സർവേകളിലും മാധ്യമങ്ങൾ നടത്തും. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടക്കുമെന്ന് വ്യക്തമായതോടെ അതിന് മുൻപേയുള്ള സർവേയാണ് കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ നടത്തുന്നത്. അതിലെല്ലാത്തിനും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു വസ്തുതയുണ്ട്. UDFന് കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാൻ മാത്രമുള്ള സീറ്റുകൾ ലഭിച്ചേക്കില്ല. 63 സീറ്റുകളാണ് UDFന് ലഭിക്കുക എന്ന് മാധ്യമ സർവേകളിൽ വ്യക്തമായ വിവരം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. LDFന് 74ഓളം സീറ്റുകൾ ലഭിക്കുമെന്നും അങ്ങനെ വന്നാൽ പിണറായി വിജയന് ഒരു 3-ാം ഊഴം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ സർവേകളിലെല്ലാം കാണുന്നത്. ഈ സർവേ നടത്തിയത് ജൂൺ അവസാന വാരമായിരുന്നു എന്ന് ഓർക്കുക. ജൂൺ 25-നും 30-നും ഇടയ്ക്കാണ് ഈ മാധ്യമങ്ങൾ ഈ സർവേ നടത്തിയത്. ജൂൺ അവസാന വാരം നടത്തിയ സർവേയിൽ UDFന് 63 സീറ്റുകളെ ലഭിക്കാൻ സാധ്യതയുള്ളൂ. LDFന് 74 സീറ്റുകൾ ലഭിക്കും. BJPക്ക് 3 സീറ്റുകൾ ലഭിക്കുമെന്നാണ് മനസ്സിലായത്, അല്ലെങ്കിൽ ആ സർവേയിൽ തെളിഞ്ഞത്. ഈ സർവേ നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുന്നു, ഈ സർവേ ജൂൺ 25-ാം തീയതിക്കും 30-ാം തീയതിക്കും ഇടയിൽ നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സർവേയുടെ എന്തെങ്കിലും പ്രാധാന്യമൊന്നും ചോദിക്കരുത്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപും സാധാരണഗതിയിൽ മാധ്യമങ്ങൾ വിവിധ ഏജൻസികളെ ഉപയോഗിച്ച് സർവേകൾ നടത്താറുണ്ട്. അങ്ങനെ നടത്തിയ സർവേയിൽ നിന്നാണ് ഇപ്പോഴും UDFന് കേവല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കാനുള്ള സീറ്റുകൾ ലഭിക്കില്ല എന്ന സൂചന വന്നത്. കാരണം ഇപ്പോൾ 42 സീറ്റാണ് UDFിനുള്ളത്. അവർക്ക് 21 സീറ്റുകൾ കൂടി കൂടുതൽ ലഭിക്കും. ഈ ഭരണവിരുദ്ധ തരംഗവും മറ്റ് ഭരണവിരുദ്ധ വികാരവും എല്ലാം വച്ച് നോക്കുമ്പോൾ 21 സീറ്റുകളെങ്കിലും കൂടുതൽ ലഭിക്കും. അപ്പോഴും 63, 64 സീറ്റിനപ്പുറം പോകില്ല എന്നാണ് ഈ സർവേ നടത്തിയ ഏജൻസികൾ പറയുന്നത്. എന്നാൽ ഇടതുമുന്നണിക്ക് CPMന് LDFന് 72 മുതൽ 74 വരെ സീറ്റുകൾ ലഭിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ BJPക്ക് 3 സീറ്റ് ലഭിച്ചേക്കാമെന്നാണ് ഈ സർവേകളിലെ റിപ്പോർട്ട് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുൻപേ മെയ് ജൂൺ മാസങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതി പരിഗണിച്ചുകൊണ്ട് നടത്തിയ സർവേകളിലാണ് ഈ 74-ഉം 63-ഉം 3-ഉം കടന്നു വന്നതെന്ന് നമ്മൾ ഓർക്കണം. കാരണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിന്റെ ഫലം വന്നതിന്റെ പിറ്റേ ആഴ്ചയാണ് ഇത്തരത്തിലുള്ള സർവേ നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സർവേ നടത്തുമെന്ന് മാധ്യമങ്ങൾ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും മുംബൈ ഡൽഹിയും ആസ്ഥാനമായ വിവിധ ഏജൻസികളിലെ ആളുകൾ കേരളത്തിലെ ജനങ്ങളെ സമീപിച്ച് വിവിധ മണ്ഡലങ്ങൾ ഏതാണ്ട് 100ഓളം മണ്ഡലങ്ങളിൽ ആളുകളെ സമീപിച്ച് ചില കണക്കെടുപ്പുകൾ നടത്തിയെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് സ്ഥിരീകരിക്കുന്ന വിവരമൊന്നും ഈ മാധ്യമങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നത് സത്യമാണെങ്കിൽ തന്നെയും അതേതായാലും ഈ 63 സീറ്റിനപ്പുറം ഇപ്പോഴും UDFന് പോകാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇനിയും ഉയർത്താനുള്ള നീക്കങ്ങളുമായി സമരപരിപാടികളുമായി UDF നേതൃത്വം മുന്നോട്ട് പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സർവേ കഴിഞ്ഞതിന് ശേഷമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം പണിഞ്ഞു വീണ് ഒരു സ്ത്രീ ദാരുണമായി മരിക്കുന്നതും സർക്കാരിനെതിരെയും ആരോഗ്യമന്ത്രിക്കെതിരെയും മന്ത്രി വാസവനെതിരെയും ഒക്കെ ജനരോഷം രൂക്ഷമാകുന്നതും. അതിന് മുമ്പ് നടത്തിയ സർവേയിലാണ് ഈ 63, 74, 3 എന്നുള്ള രീതിയിലുള്ള ഒരു കണക്ക് ഉരുത്തിരിഞ്ഞു വന്നത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇനിയും സർവേ ഉണ്ടാവും. ഡിസംബർ മാസം മുമ്പ് തന്നെ, നവംബർ മാസത്തിൽ തന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സർവേയാണ്. അതിന് ശേഷവും ഫെബ്രുവരി മാർച്ച് മാസത്തിലും ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണ് പൊതുവെ സർവേ നടത്തുന്നത്. ഒരു അവസാന ഘട്ടം എത്തുമ്പോഴത്തേക്കും 3 സർവേയെങ്കിലും അവസാന വർഷങ്ങളിൽ ഏത് സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഒക്കെ അവസാന വർഷങ്ങളിൽ ഒരു 3 സർവേകൾ വിവിധ ഏജൻസികൾ മാധ്യമങ്ങൾക്ക് വേണ്ടി നടത്താറുണ്ട്. അങ്ങനെ നടത്തിയ സർവേയുടെ ആദ്യത്തെ സർവേയുടെ ഫലമാണ് നമ്മൾ മെയ് ജൂൺ മാസങ്ങളിൽ ഉണ്ടായത്. നിലമ്പൂർ ബൈ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം പിറ്റേ ആഴ്ച നടത്തിയ ആ ഒരു സർവേയിലാണ് 74, 63, 3 എന്ന നിലയിലുള്ള ഇത് കാണാൻ നമുക്ക് കഴിഞ്ഞത്. ഏതായാലും വരും ദിവസങ്ങളിൽ അതിന് മാറ്റമുണ്ടായേക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ വരുമ്പോഴും മറ്റ് ഭരണവിരുദ്ധ വികാരം കൂടുതൽ രൂക്ഷമാവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനൊക്കെ മാറ്റം വന്നേക്കാം. പക്ഷെ നിലവിൽ ഈ 63, 74, 3 എന്നുള്ള രീതിയിലാണ് ഈ സർവേ റിപ്പോർട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 63 UDFനും 74 ഇടതുമുന്നണിക്കും 3 BJPക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിൽ ജൂൺ അവസാന വാരം നടത്തിയ സർവേ റിപ്പോർട്ടുകളുടെ ഫലം നമുക്ക് മനസ്സിലാകുന്നത്.